നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പുള്ളിക്കാരൻ ഇനി അന്വേഷിച്ചു വരാനൊന്നും പോകുന്നില്ല. നീ പറഞ്ഞനുസരിച്ചിട്ട് രേവതി കുട്ടി 36 വയസ്സുള്ള സ്ത്രീയല്ലേ, അയാൾ അന്വേഷിക്കുന്നത് എന്തായാലും ആ പ്രായത്തിലുള്ള ഒരാളെയല്ല. അയാൾ എപ്പോഴെങ്കിലും വന്ന് രേവതി കുട്ടിയെ കണ്ടാലോ? വീട് തെറ്റിയതാണെന്ന് നമ്മൾ അയാളെ ഏറെക്കുറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇനി അയാൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുമോ? എനിക്ക് സംശയം. മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ട അയാൾ രേവതി കുട്ടിയെ തിരിച്ചറിയാനും പോകുന്നില്ല. എന്നാലും എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു മാംസായ. നമ്മൾ മോളെ പോലെ കരുതി ഇത്ര നാളും കൊണ്ട് നടന്നിട്ട് ഒടുവിൽ കൈവിട്ട് പോകുന്ന ഒരു ഭയം. നീ അതിന്റെ സാധ്യതകളൊന്ന് ആലോചിച്ച് നോക്കിക്കുന്ന രസമേ. അഥവാ രേവതി കുട്ടി ആ വയസ്സന്റെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് അത് തെളിയിക്കാൻ പറ്റുമോ? അതിനുള്ള എന്തെങ്കിലും രേഖയുണ്ടോ? കുഞ്ഞിനെ സ്നേഹനികേതനത്തിൽ കൊടുത്തതിന്റെ രേഖകൾ കാണുമല്ലോ, അത് വെച്ചല്ലേ അയാൾ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയത്. അങ്ങനെ തെളിയിക്കാൻ സാധിച്ചാലും നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാലോ. അവര് വലിയ കുടുംബക്കാരും തറവാട്ടുകാരും ഒക്കെ ആയിരിക്കും. പിന്നെന്തുകൊണ്ടാ അവരുടെ ഒരു കുഞ്ഞ് അനാഥാലയത്തിൽ വളരേണ്ടി വന്നത്? സ്നേഹനികേതനം ബോർഡി സ്കൂളല്ല, അനാഥാലയ. അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളാ അനാഥാലയത്തിൽ വളരുന്നത്. എന്തുകൊണ്ടാ അവര് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചത്? അവർക്ക് വേണ്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തതുകൊണ്ട്. പറയുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ രക്തബന്ധം ഉണ്ടെങ്കിൽ അവർക്കല്ലേ നമ്മളെക്കാൾ കൂടുതൽ കുഞ്ഞിന്റെ പേര് അവകാശം. നമുക്ക് എന്നെ അവകാശം പറയാനുള്ളത്? സ്വന്തം മകളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചു. സ്വന്തം വീട്ടിൽ ഒരു മകൾക്ക് കിട്ടുന്നതിനേക്കാൾ അധികാരവും സ്വാതന്ത്ര്യം കൊടുത്തു. എന്നിട്ട് ഇപ്പോ ആ കിഴവൻ വന്ന് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഞാൻ എന്റെ രേവതി കുട്ടിയെ കൊടുത്തു വിടില്ല. അതാ വിധിയെങ്കിൽ നമുക്ക് തടയാൻ പറ്റുമോ? ഗ്രേസമ്മേ, ഒരു പെൺതരിണ്ടായിരുന്നതിനെ കർത്താവ് സ്വന്തം ഡ്യൂട്ടിക്ക് വിളിച്ച് ആഫ്രിക്കയിലേക്ക് കൊണ്ട് മകനെ സ്വർഗത്തിലോട്ടും വിളിച്ചു. അതിനൊക്കെ പകരമാ നമുക്ക് രേവതി കുട്ടിയെ കിട്ടിയത്. അവളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റുകയില്ല. നീ വേറെ തരത്തിൽ ആലോചിച്ച് നോക്കിയ ഗ്രേസമ്മേ. ആ കാർന്നവര് ഇനിയും വന്നാൽ അന്ന് രേവതി കുട്ടി ഇവിടെ ഉണ്ടെങ്കിലോ? അയാൾ പറയുന്ന ന്യായങ്ങളും അവകാശവാദങ്ങളും രേവതി കുട്ടി കേട്ടെങ്കിലോ? അതിനെന്താ കുഴപ്പം? സ്നേഹനികേതനത്തിൽ വളർന്നവളാന്നുള്ള കാര്യം രേവതി കുട്ടിക്ക് അറിയാമല്ലേ? ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ചുപേക്ഷിച്ചിട്ടാണ് അവൾ അവിടെ എത്തിയതെന്നും അവൾക്കറിയാം. അതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായം അവൾക്കുണ്ടല്ലോ. അത് തന്നെയാണ് ഈ കുഴപ്പം. നമ്മൾ രേവതി കുട്ടിയുടെ ആരുമല്ല എന്നുള്ള കാര്യം അവൾക്കറിയാം. മകളെ പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും മകളാകുന്നില്ലല്ലോ. മറുവശത്ത് ആ കിഴവൻ വെച്ചു നീട്ടുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുടുംബത്തിന്റെ ഭാഗമാകാനുള്ള അവസരം, ഒരു കുടുംബത്തിലെ അംഗമെന്നുള്ള സ്ഥാനം, പദവി, അധികാരം, അവകാശം, ഇതൊക്കെയാണ് നല്ലതെന്ന് രേവതി കുട്ടിക്ക് തോന്നിയാലോ? പോകാൻ അവൾ സ്വമേധയാ തയ്യാറായാലോ? അങ്ങനെ നമ്മുടെ രേവതി കുട്ടി നമ്മൾ ഉപേക്ഷിച്ച് പോവോ മാമച്ചായ? നമുക്ക് അവൾ അത്ര വിലയെ തന്നിട്ടുള്ളൂ. രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന് നീ കേട്ടിട്ടില്ലേ ഗ്രേസമ്മേ? രേവതി കുട്ടി പോകാൻ തീരുമാനിച്ചാ നമുക്ക് തടയാൻ പറ്റുമോ? ഇന്നെന്താ മുഖത്തൊരു വിഷാദം? ആന്റിയോടുള്ള വഴക്കിൽ തോറ്റുപോയോ? തോൽക്കാനല്ലേ എപ്പോഴും എന്റെ വിധി. സാരമില്ല, വൈകുന്നേരം ഞാൻ പെഗ് കൂടുതൽ തരാം. തോൽവി എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്ത പോലെ. ഇന്ന് രണ്ടും കൂടി മുട്ടാൻ വഴക്കുണ്ടാക്കിയ ലക്ഷണം ഉണ്ടല്ലോ. ഈശ്വരാ, ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഇന്ന് എന്തായിരുന്നു പ്രശ്നം? കേക്കട്ടെ. എന്തായാലും ഞാൻ വേണമല്ലോ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ. നീ തന്നെയാ പ്രശ്നം. ഞാനോ? ഞാനെന്ത് ചെയ്തു? നീ കോളേജിൽ പോയി തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിന്നോട് വഴക്കുണ്ടാക്കായിരുന്നു. ആ സുവർണാവസരം നീ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് പകൽ മുഴുവൻ ഞങ്ങൾ തമ്മിൽ വഴക്കടിക്കേണ്ടി വരുന്നു. അത് എത്ര കാലമായി തുടരുന്നതാ? ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങി. ഓ, അത്രേ ഉള്ളൂ പ്രശ്നം. ഞാൻ കോളേജിൽ പോകുന്ന നിർത്തിയേക്കാം എന്നൊക്കെ ഞാൻ പറയുമെന്ന് വിചാരിച്ചെങ്കിലേ ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പഠിച്ച IAS IPS എടുത്തിട്ട് വേണം എനിക്ക് രണ്ടിനെയും വരച്ച് വരയിൽ നിർത്തി മര്യാദ പഠിപ്പിക്കാൻ. നീ ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? നിനക്ക് പകരം ഞങ്ങൾക്ക് അലീന മോളെ മറ്റേ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അലീന നിന്നെ വിളിക്കാറില്ലേ രേവു? അവൾക്ക് അവിടെ സുഖാണോ? പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അലീന ചേച്ചിയുടെ പ്രശ്നങ്ങള് അങ്ങനെയൊന്നും തീരുന്നതല്ല എന്റെ. പാവം, ഒന്ന് തീരുമ്പോ മറ്റൊന്നും. ഒരു കുടുംബം ആവുമ്പോ പല പ്രശ്നങ്ങളും കാണും. എന്തൊക്കെയുണ്ടെങ്കിലും അത് അലീനയ്ക്ക് കൂടി അവകാശപ്പെട്ട കുടുംബമാണല്ലോ. ഒരു ഓർഫനേജിന്റെ സമാധാനത്തെക്കാൾ നല്ലത് ഇത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കുടുംബമാണ് നല്ലത്, അല്ലേ മോളെ? അലീനയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും നീ സങ്കല്പിച്ചു നോക്കി. അങ്കിളും ആന്റിയും ചേർന്ന് എന്നെ ദ്രോഹിക്കാൻ പ്ലാൻ ചെയ്യണോ? ശരിപ്പെടുത്തിക്കളെ ഞാൻ രണ്ടിനെ. ഞാൻ ചോദിച്ചത് അതല്ല. നിനക്കെന്തായാലും ഒരു അച്ഛനമ്മയും കാണുമല്ലോ. അവരിൽ ആരെങ്കിലും നിന്നെ അന്വേഷിച്ചു വന്നാലോ? അലീനയുടെ കാര്യത്തിലും അതല്ലേ സംഭവിച്ചത്? അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനെന്ന് വിചാരിക്കേ, വലിയ കോടീശ്വരനാണെന്ന് വിചാരിക്കേ. അയാള് വന്ന് നിന്നെ തിരിച്ചറിഞ്ഞ നീ എന്ത് ചെയ്യും? ഞാൻ പ്രത്യേകിച്ച് എന്ത് ചെയ്യാണ്? അവരെ വിളിച്ചാ നീ അവരുടെ കൂടെ പോവോ? പണക്കാരെന്ന് പറഞ്ഞാലേ ഭയങ്കര പണക്കാരാ. സ്വന്തം കമ്പനി, ബിസിനസ്, പല പല സ്ഥാപനങ്ങള്. എസ്റ്റേറ്റ് ഉണ്ടോ? എനിക്കൊരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കാനേ ഭയങ്കര കൊതിയാ. എസ്റ്റേറ്റും ഉണ്ടെന്നങ്ങ് വിചാരിച്ചോ? എനിക്ക് പിന്നെ പോകുന്നതിന് എന്താ കുഴപ്പം? ഈ പറഞ്ഞ സ്വത്തുക്കളെല്ലാം എനിക്ക് തന്നെ കിട്ടുമോ? അതോ പല അവകാശങ്ങളുമാണോ? സ്വത്ത് മുഴുവനും നിനക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചോ? വലിയ ബിസിനസ്സുകാരാണെങ്കിൽ സ്വന്തം വിമാനം വരെ കാണും, അല്ലേ? ഇല്ലെങ്കിൽ എന്താ, സ്വത്ത് മുഴുവൻ എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സ്വകാര്യ വിമാനം വാങ്ങിക്കാലോ. പക്ഷേ ആദ്യം ഞാനൊരു വ്യവസ്ഥ വെക്കും. സ്വത്ത് മുഴുവൻ ആദ്യം തന്നെ എന്റെ പേർക്ക് എഴുതി കിട്ടണം. എങ്കിലല്ലേ എനിക്കൊരു ഉറപ്പ് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാ നീ ഞങ്ങൾ ഉപേക്ഷിച്ച് പോവുകയല്ലേ? സംശയം എന്താ? നിങ്ങൾക്ക് എസ്റ്റേറ്റ് ഇല്ല, വമ്പൻ ബിസിനസ് ഇല്ല, സ്വകാര്യ വിമാനം ഇല്ല. അത് മാത്രമാണോ? നിങ്ങൾ എന്റെ ആരാ? മറുവശത്ത് എന്നെ വിളിക്കുന്നതോ എന്റെ കുടുംബക്കാരല്ലേ? അപ്പോ ഞങ്ങൾ നിനക്ക് തന്ന സ്നേഹത്തിന് ഒരു വിലയില്ലല്ലേ? ഓ,
സ്നേഹം ഇന്നത്തെ കാലത്ത് പണത്തിനല്ലേ ആന്റി വില. ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചു കളഞ്ഞല്ലോ മണ്ടൂസെ. കണ്ടില്ലേ, രണ്ടിന്റെയും കണ്ണു നിറഞ്ഞു. പൊന്നുകൊണ്ട് പുതപ്പിക്കാന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ച് പോവൂ ആന്റി. മുടി എണ്ണി മുത്ത് തരാന്ന് പറഞ്ഞാ ഞാനതിൽ മയങ്ങി പോവൂ. പോട്ടെ, എന്നെ ഏതെങ്കിലും രാജ്യത്തെ രാജകുമാരിയാക്കാന്ന് പറഞ്ഞാ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവൂ. അങ്കിളും ഇങ്ങനെ ഒരു കോമഡി പീസ് ആയി പോയണ്ട. എന്നെ ഇതുവരെ നിങ്ങക്ക് മനസ്സിലായിട്ടില്ലേ? ആരാ എന്താ വന്നേ? ആരാ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ. എന്റെ പേര് രമേശൻ നായർ. ഞാൻ വന്നത് വേറൊരു കാര്യത്തിന്. സ്നേഹനികേതനത്തിൽ നിന്ന് ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു കുറെ മാസങ്ങൾക്ക് മുമ്പാ. പതുക്കെ. ആ, സ്നേഹനികേതനത്തിന്ന്. അതെ, ആ, ശരിയാ. ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്നുമോൾ. ചിന്നുമോള്. അതിനെന്ത് പ്രായം വരും? ഒരു 3-3.5 വയസ്സ്. 3.5യോ? ഒരിടത്തിരുന്ന് ചോദിച്ചപ്പോ 36 വയസ്സ്. ഇവിടെ 3.5 വയസ്സ്. ഇത് എന്തൊരു കളിയാ. അപ്പച്ചന് ആ കുട്ടിയെ കാണിച്ചു തരാം. കേറി ഭാഗത്തേക്ക്. മുഴുവൻ എഴുതി എന്നെ കാണിച്ചിട്ട് കളിക്കാൻ പോയിക്കോ. ഓക്കെ. വരൂ സിസ്റ്റർ. സ്നേഹനികേതനത്തിന്ന് നമ്മൾ ഏറ്റെടുത്ത കുട്ടിയെ കാണാമെന്ന ആളാ. ഓ, ചിന്നുകുട്ടിയോ? പേരൊന്നും ഇദ്ദേഹത്തിന് നിശ്ചയില്ല. സ്നേഹനികേതനത്തിൽ കുറെ പേരുണ്ടായിരുന്നല്ലോ. അവിടുന്ന് പലരെയും പലയിടത്തോട്ട് അയച്ചതല്ലേ. ഇവിടെയുള്ളത് ആരാണെന്നാ ചോദിക്കുന്നത്. ചിന്നുമോളെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്ക. ശരി സിസ്റ്റർ. അപ്പച്ചനിരിക്കെ. അപ്പച്ചൻ എവിടുന്ന് വരുവാ? എന്റെ വീട് കിളിമാനൂര്. ഇപ്പൊ ഇങ്ങനെ അന്വേഷിച്ചു വരാൻ എന്താ കാര്യം? ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കൊച്ച് സ്നേഹനികേതനത്തിലുണ്ടായിരുന്നു. അത് നേരത്തെ അറിഞ്ഞില്ലായിരുന്നോ? അതോ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് തിരക്കി വന്നതാണോ? അതൊക്കെ പറയാൻ പോയാ ഒരു വലിയ കഥയാ സിസ്റ്ററെ. ഇന്നെങ്ങും തീരത്തില്ല. ഇത് എത്ര വർഷം മുൻപത്തെ കഥയാ? 10-18 വർഷമായി കാണും. അയ്യോ, അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെയുള്ള കൊച്ചിന് 3.5 വയസ്സേ ഉള്ളൂ. എന്നെ എന്തിനാ വിളിച്ചേ? മോളിങ് വന്നേ. ചിന്നിക്കുട്ടി എന്തെടുക്കുമായിരുന്നു? ഞാൻ കുതിരന്റെ ആ. കളിച്ചു വരണം. എങ്ങനെയാ കുതിരേനെ ഓടിച്ചേ? എങ്ങനെയാ ഓടിച്ചേ? മോളെ കാണാൻ ഒരു അപ്പച്ചൻ വന്നിരിക്കുന്ന കണ്ടോ? എന്തിനാ സിസ്റ്ററെ? ഒന്ന് കാണാനാ. കാണുന്നത് എന്തിനാണെന്ന് അപ്പച്ചനോട് ചോദിച്ചേ. എന്തിനാ അച്ഛനെ കുട്ടീനെ കാണുന്നെ? ചിന്നുകുട്ടി നല്ല കുട്ടിയായതുകൊണ്ടാ. സിസ്റ്ററെ പൂപ്പം അറിയുമോ? ചിലക്കുട്ടി നല്ല കുട്ടിയാണ്. ചിന്നുകുട്ടി നല്ല കുട്ടിയല്ലേ? ആ ആ ഈ കുട്ടിയല്ലല്ലോ അപ്പച്ചൻ അന്വേഷിച്ചു വന്ന കുട്ടി. ആണോ? അല്ല, അതിലിപ്പോ 10-18 വയസ്സ് കഴിഞ്ഞെന്നേ. ആ, എന്നാ രേവതി കുട്ടിയായിരിക്കും. അവളിപ്പോ എറണാകുളത്ത് പാലാരി വട്ടത്തുള്ളൊരു വീട്ടിലാ. ഞാൻ അവിടെ പോയിട്ട് വരിക. അവിടെ ഉള്ളത് കുട്ടിയല്ല, 36 വയസ്സുള്ള ഒരു സ്ത്രീയാണെന്നാ പറഞ്ഞത്. 36 വയസ്സോ? രേവതി കുട്ടിക്കോ? അപ്പച്ചൻ കണ്ടില്ലേ നേരിട്ട്? ഇല്ല, അവിടെ ഇല്ലായിരുന്നു. ആ വീട്ടുകാർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അവര് പറഞ്ഞോ രേവതി കുട്ടിക്ക് 36 വയസ്സുണ്ടെന്ന്? എന്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്. ആ, ചിന്നുകുട്ടിയെ കൊണ്ടുപോയിക്കോ. വാ മോളെ. നിങ്ങൾ അലീനയാണോ ഉദ്ദേശിച്ചേ? അവളാണെങ്കിൽ പാലായിൽ ഒരു വീട്ടില. അലീന? അതിന് എത്രയുണ്ട് വയസ്സ്? ഒരു 22-23 വയസ്സുണ്ടാകും. അതിലൊട്ടും കുറയത്തില്ല. ഞങ്ങളുടെ കൊച്ചിന് അത്രയും പ്രായമില്ല. ആട്ടെ, ആ കുട്ടിയെ കണ്ടിട്ട് എന്തിനാ? അത് ഞങ്ങളുടെ കുട്ടിയാണെങ്കിൽ തിരിച്ചു കിട്ടണം. എന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകണം. അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനൊക്കെ കുറെ നൂലാമാലകളുണ്ട്. ആ കുട്ടിയുമായുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്ന് നിയമപരമായി തെളിയിക്കണം. ഏറ്റെടുക്കുമ്പോ പൂർണ്ണ ഉത്തരവാദിത്തം രേഖപ്പെടുത്തണം. കുട്ടിക്ക് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തണം. അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ ചെയ്യാം. കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാ മതി. ഞാൻ ആ പാലാരി വട്ടം വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പച്ചൻ ഇവിടെ ഇരിക്കും. ഓ, എന്റെ കള്ളി, നിനക്ക് സുഖാണോടി? മോളെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നിന്നെ അന്വേഷിച്ച് ഇവിടെ ഒരാള് വന്നിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ പ്രായം വെച്ച് നോക്കിയാ നിന്റെ ഏജ് കറക്റ്റാ. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നിട്ട് പോയിരുന്നോ? നമ്മളിനി കടപ്പാട്ടൂരുമായി യാതൊരു വഴക്കുമില്ല. അലീനെ ഇനി മോശമായിട്ട് കാണുകയോ മോശമായിട്ട് അവളോട് പെരുമാറുകയോ ചെയ്യരുത്.